നമസ്കാരം. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലും ആത്മീയ ചിന്തകളിലും എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മുക്തി. മുക്തി എന്ന് കേൾക്കുമ്പോൾ മിക്കവരും വിചാരിക്കുന്നത് അത് മരണത്തിന് ശേഷമുള്ള അവസ്ഥയാണെന്ന്. എന്നാൽ എന്താണ് മുക്തിയുടെ യഥാർത്ഥ അർത്ഥം? അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? മുക്തി എന്നത് ലളിതമായി പറഞ്ഞാൽ മോചനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? നമ്മുടെ ഉള്ളിലെ ഭയം, ദേഷ്യം, അസൂയ, അത്യാഗ്രഹം എന്നിവയിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ മുക്തി. നമ്മെ തളച്ചിട്ടിരിക്കുന്ന ചിന്തകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മനസ്സ് സ്വതന്ത്രമാകുന്ന അവസ്ഥയാണിത്. പലരും ഇപ്പോഴും കരുതുന്നത് മുക്തി എന്നത് ഈ ലോകം വിട്ടു പോകുമ്പോൾ കിട്ടുന്ന ഒന്നാണെന്നാണ്. എന്നാൽ ജീവമുക്തി എന്നൊരു സങ്കല്പമുണ്ട്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി നേടുക. സന്തോഷം വരുമ്പോൾ അമിതമായി തുള്ളിച്ചാടാതെയും ദുഃഖം വരുമ്പോൾ തകർന്നു പോകാതെയും മനസ്സിനെ സമചിത്തതയോടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ മുക്തനാണ്. പുറം ലോകത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ തകർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുക്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മുക്തി നേടാം? അതിന് വലിയ കാടുകളിലോ ഗുഹകളിലോ പോകേണ്ടതില്ല. നാം ആരാണെന്നും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും തിരിച്ചറിയുക. നിസ്സംഗത, ഒന്നിനോടും അമിതമായ ആസക്തി ഇല്ലാതിരിക്കുക, കർമ്മങ്ങൾ ചെയ്യുക, പക്ഷെ ഫലത്തെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടാതിരിക്കുക. ധ്യാനം മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ ഉള്ളറിയാനും സഹായിക്കും. ചുരുക്കത്തിൽ മുക്തി എന്നത് എവിടെയോ ദൂരെയുള്ള ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശാന്തിയാണ്. അനാവശ്യമായ ചിന്തകളെയും നെഗറ്റീവ് വികാരങ്ങളെയും ഉപേക്ഷിക്കുമ്പോൾ നാം ഓരോരുത്തരും മുക്തിയുടെ അനുഭവം അറിയുന്നു. ഈ ചെറിയ ജീവിതത്തിൽ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ മുക്തി.